മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണെന്ന് കരുതി ഞാൻ എല്ലാവരുടെ അടുത്തും EV എടുക്കണമെന്നല്ല പറയുന്നത്. 3000 രൂപയ്ക്ക് മുകളിൽ പെട്രോൾ ചാർജ് മാത്രമായിട്ട് വരും. ഇത് വെച്ച് നോക്കുമ്പോൾ EV ഓക്കെയാണ്. പീസ്ഫുൾ ആയിട്ട് റൈഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്കൂട്ടറാണിത്. ഇന്ത്യയിലെ ഓരോ വീട്ടിലും ഒരു കാലത്ത് ഒരു പേര് ഒരുപോലെ കേട്ടിരുന്നു. അതൊരു ബൈക്കിൻ്റെയോ കാറിൻ്റെയോ പേരല്ല, ഒരു സ്കൂട്ടറിൻ്റെ പേര്, ബജാജ് ചെതക്. 1990കളിൽ റോഡിലിറങ്ങിയ ചെതക് കേവലം ഒരു വാഹനം മാത്രമായിരുന്നില്ല. ഓഫീസിലേക്കുള്ള യാത്ര, വീട്ടിലെ കല്യാണം, പച്ചക്കറി വാങ്ങൽ മുതൽ ഫാമിലി ടൂറുകൾ വരെ എല്ലാം ഒറ്റക്കെട്ടായിട്ട് കൈകാര്യം ചെയ്തിരുന്ന ഒരു ലെജൻഡ്. ഹമാര ബജാജ് എന്ന വരി കേട്ടാൽ പോലും ഇന്നും മനസ്സിൽ ഓർമ്മകൾ നിറയുന്ന ഒരു കാലം. പെട്രോളിൽ തുടങ്ങിയ ആ ചേതക്ക് ഇന്ന് ഇലക്ട്രിക്കായി തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മളിൽ പലരും ആ ഒരു സ്കൂട്ടറിനെ നേരത്തെ കണ്ടിട്ടും ഉണ്ടാവും. ഓർമ്മകളിൽ മാത്രം ഒതുങ്ങി പോകേണ്ട ഒന്നല്ല ചേതക്കെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് 2019 ഒരു പുതിയ അവതാരം ഇലക്ട്രിക് ബജാജ് ചേതക്കിനെ കമ്പനി അവതരിപ്പിക്കുന്നത്. പഴയ ഒരു മെറ്റൽ ബോഡിയും ക്ലാസിക് ലുക്കും അത്യാവശ്യം ഫീച്ചേഴ്സുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സ്കൂട്ടർ. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ പുതിയ ചേതക്ക് പഴയ ലെജൻഡിൻ്റെ ആത്മാവിനെ ക്യാരി ചെയ്യുന്നുണ്ടോ? ഏകദേശം 1 വർഷം മുമ്പ് നമ്മൾ വാങ്ങിയ ഒരു ഇലക്ട്രിക് ബജാജ് ചേതക്കിൻ്റെ വിശേഷങ്ങളോടൊപ്പം തന്നെ ചെറിയൊരു യൂസർ എക്സ്പീരിയൻസ് കൂടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മോട്ടോ നോവീസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു സ്കൂട്ടർ ചേതക്കിൻ്റെ 2443 അർബൻ എന്നൊരു മോഡലാണ്. ഈ ഒരു മോഡലിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് 2026 ചേതക് C25 എന്നൊരു മോഡലിനെ ബജാജ് പുറത്തിറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് C25ൻ്റെ വിശേഷങ്ങളൊന്ന് ഓടിച്ച് പറഞ്ഞു പോവാം. ചേതക്കിൻ്റെ മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ളൊരു മോഡൽ എന്ന് വേണമെങ്കിൽ നമുക്ക് C25നെ വിശേഷിപ്പിക്കാം കേട്ടോ. C25നും ഫുൾ മെറ്റൽ ബോഡിയാണ് ബജാജ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിൽഡും പ്രീമിയം ഫീലും സ്കൂട്ടറിന് കൊടുക്കുന്നുണ്ട്. സിറ്റി യൂസിൽ ഏകദേശം 113 കിലോമീറ്റർ റേഞ്ച് നൽകാൻ കഴിയുന്ന 2.5 kWh ലിഥിയം അയൺ ബാറ്ററിയാണ് C25ന് ജീവൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബാറ്ററിക്ക് 0 നിന്നും ഏകദേശം 80% വരെ ചാർജ് ആവാനായിട്ട് 2.5 മണിക്കൂറും ഫുൾ ചാർജ് ആവുന്നതിനായിട്ട് 4 മണിക്കൂറാണ് എടുക്കുന്നത്. 55 km/h ആണ് ഈ ഒരു സ്കൂട്ടറിനെ കമ്പനി ആവശ്യപ്പെടുന്ന ടോപ്പ് സ്പീഡ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അത്യാവശ്യം പീസ്ഫുൾ ആയിട്ട് റൈഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്കൂട്ടറാണിത്. കുറച്ച് അഗ്രസീവായിട്ട് യൂസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നവർക്കൊന്നും ഈ ഒരു സ്കൂട്ടർ എടുക്കാൻ വേണ്ട, അവർക്ക് ഈ ഒരു സ്കൂട്ടർ പറ്റുകയില്ല. C25ൻ്റെ ഫീച്ചേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയോട് കൂടി വരുന്ന കളർ LCD ഡിസ്പ്ലേയും പാർക്കിംഗ് ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ട് റിവേഴ്സ് അസിസ്റ്റും കൂടാതെ ഹിൽ ഹോൾഡ് അസിസ്റ്റ്, അതായത് ഇൻക്ലൈനിൽ സ്കൂട്ടർ റോൾ ബാക്ക് ആവാതെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാങ്കേതികവിദ്യയും ഈ ഒരു സ്കൂട്ടറിൽ നമുക്ക് കാണാം. ഇത് വെച്ച് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, ഇതൊക്കെ ബേസിക് കാര്യങ്ങളല്ലേ, മിക്ക സ്കൂട്ടറുകളിലും കിട്ടുന്നതാണല്ലോ എന്നൊക്കെ. വീഡിയോയുടെ അവസാനം ഇതിനെപ്പറ്റിയുള്ളൊരു വിശകലനം അതുപോലെ തന്നെ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പറഞ്ഞു പോകാം. ചേതക് C25ൻ്റെ സീറ്റ് ഹൈറ്റ് ഏകദേശം 761 mm, അതുപോലെ തന്നെ 108 കിലോയാണ് ഈ ഒരു സ്കൂട്ടറിൻ്റെ വെയിറ്റ് വരുന്നത്. ഇതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ച് ഷോർട്ടായിട്ടുള്ളവർക്കും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സ്കൂട്ടറാണിത്. ഏതറിൻ്റെ റിസ്ത പോലുള്ള സ്കൂട്ടറുകളെ വെച്ച് നോക്കുമ്പോൾ C25 എന്നത് അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യാനും സിമ്പിളായിരിക്കണം. ഏതായാലും ചേതക്കിൻ്റെ C25 നമ്മുടെ കിട്ടുമ്പോൾ സ്കൂട്ടറിൻ്റെ ഒരു പ്രോപ്പർ റൈഡ് റിവ്യൂ നമുക്ക് ചെയ്യാം. നമ്മുടെ ചേതക് അർബനിലേക്ക് തിരിച്ചു വരാം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ മാത്രം ഒരു എക്സ്പീരിയൻസ് ആയിട്ട് വിചാരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ചേതക് സ്കൂട്ടർ ഓൺ ചെയ്യുന്നവരുടെയും അഭിപ്രായങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ചേതക് ഓണർ ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാം കേട്ടോ. ചേതക് അർബൻ യൂസ് ചെയ്തതിൽ നിന്നും എനിക്ക് ആദ്യം എടുത്തു പറയാൻ തോന്നുന്നൊരു കാര്യം സ്കൂട്ടറിൻ്റെ അത്യാവശ്യം പ്രീമിയം ഫീൽ നൽകുന്ന ബിൽഡ് ക്വാളിറ്റിയാണ്. ഒരു സോൾഡ് ആൻഡ് ക്ലാസി ലുക്കിലുള്ള ഫുൾ മെറ്റൽ ബോഡിയാണ് ചേതക്കിൻ്റെ പ്രധാന ആകർഷണം. മാത്രമല്ല ഇത് ലോങ് ടേം ഡ്യൂറബിലിറ്റിക്ക് നല്ലതുമാണ്. റോഡിൽ ഒരു പ്രീമിയം സ്റ്റാൻഡ്സും ഇത് നൽകുന്നുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള സൈലന്റ് റൈഡ് നൽകുന്ന ഒരു സ്കൂട്ടറാണിത്. പിന്നെ ഒരു സ്കൂട്ടറിൽ എടുത്തു വരേണ്ട ഒരു കാര്യം, ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ബൈക്കിൻ്റെ ഇലക്ട്രിക് മോട്ടറിനെ കുറിച്ചാണ്. അത് വളരെ ജെർക്ക്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്.
നമ്മളിപ്പോൾ ട്രാഫിക്കിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് സ്കൂട്ടർ സൂപ്പർ സൈലൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എഫേർട്ട്ലെസ് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നു എന്നതുകൊണ്ട് തന്നെ കമ്മ്യൂട്ടിങ്ങിൻ്റെ സ്ട്രെസ് വളരെ കുറവായിരിക്കും. ഡെയിലി സിറ്റി യൂസിൽ ഏകദേശം 80-90 കിലോമീറ്ററിന് ഇടയ്ക്കായിട്ടാണ് സ്കൂട്ടറിന് റേഞ്ച് കിട്ടുന്നത്. കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സോഫ്റ്റ് സീറ്റാണ് സ്കൂട്ടറിനുള്ളത്. ഇത് ഡെയിലി റൈഡിന് വെച്ച് നോക്കുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും. പാസഞ്ചർ സീറ്റും അത്യാവശ്യം ഡീസൻ്റ് ആണ്. ചേതക്ക് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നത് ബജാജ് ഈ ഒരു സ്കൂട്ടറിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ ഷോർട്ട് റൈഡ്സിനും ഡെയിലി കമ്മ്യൂട്ടിനും വേണ്ടിയിട്ടാണ്. സ്കൂട്ടറിൽ യൂസ് ചെയ്തിരുന്ന കമ്പോണൻസിലും സ്കൂട്ടറിൻ്റെ റൈഡ് ഫീലിലും ക്യാരക്ടറിലും എല്ലാം ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. സ്കൂട്ടറിൻ്റെ സസ്പെൻഷൻ്റെ ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ടെലസ്കോപ്പിക് ഫോക്സും റിയർ സൈഡിലേക്ക് നോക്കുമ്പോൾ കോയിൽ സ്പ്രിംഗ് ടൈപ്പ് സസ്പെൻഷനാണ് വരുന്നത്. ബ്രോക്കൺ റോഡ്സിലൊക്കെ നോർമൽ സ്പീഡിൽ പോകുമ്പോൾ സസ്പെൻഷൻ നല്ല സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. റൈഡ് ചെയ്യുമ്പോൾ ഓവറോൾ ബാലൻസ്ഡും പ്ലാൻഡ് ആയിട്ടുള്ളൊരു ഫീലും കിട്ടുന്നുണ്ട്. സ്കൂട്ടറിൻ്റെ ലോ ഹൈറ്റും വെയ്റ്റും സസ്പെൻഷൻ സൈഡും എന്നിവയെല്ലാം ഒത്തുചേരുമ്പോൾ റൈഡ് ചെയ്യുന്ന വ്യക്തിക്ക് റോഡിൽ സ്കൂട്ടറിനെ സ്റ്റേബിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്കൂട്ടറിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ചിലവിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കറണ്ട് ബില്ലാണല്ലോ മെയിനായിട്ടൊരു ചിലവ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 3500 കിലോമീറ്റർ ഓടുന്ന ഒരാളെ സംബന്ധിച്ച് 2 മാസം കൂടുമ്പോൾ ഏകദേശം 1000 രൂപയുടെ ചിലവേ ഈ ഒരു സ്കൂട്ടറിലേക്ക് വരുന്നുള്ളൂ. മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണെന്ന് കരുതി ഞാൻ എല്ലാവരുടെ അടുത്തും EV എടുക്കണമെന്നല്ല പറയുന്നത്. ഡെയിലി ഒരു 50 കിലോമീറ്ററിനോ അതിന് മുകളിലോ ഓടുന്ന ആളെ സംബന്ധിച്ച് EV എടുക്കാം. കാരണം ഏകദേശം ഒരു 3000 രൂപയ്ക്ക് മുകളിൽ പെട്രോൾ ചാർജ് മാത്രമായിട്ട് വരും. ഇത് വെച്ച് നോക്കുമ്പോൾ EV ഓക്കെയാണ്. മറിച്ച് ഒരു ദിവസം ഇത്ര ഓട്ടം വരാത്ത ഒരാളെ സംബന്ധിച്ച് ഒരു 15 കിലോമീറ്റർ 20 കിലോമീറ്റർ ഓട്ടം ഉള്ളൂ എങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ആവശ്യമില്ല. മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണെന്ന് കരുതി ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കും അതിൻ്റേതായ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ റീസെയിൽ വാല്യൂ എന്നത് കുറവായിരിക്കും. മാക്സിമം ഒരു 4.5 വർഷം 5 വർഷമൊക്കെയാണ് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ലൈഫുള്ളൂ. നമ്മുടെ ഒരു EMI തീരുമ്പോഴത്തേക്കും സ്കൂട്ടറിൻ്റെ ലൈഫും തീർന്നിട്ടുണ്ടാവും. ഈ ഒരു ടൈം കഴിയുമ്പോൾ ഏകദേശം ഒരു 40,000 രൂപയുടെ അടുത്ത് കൊടുത്തിട്ട് ബാറ്ററി ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ സ്കൂട്ടറിൻ്റെ ബാക്കി പണികളൊക്കെ നമ്മൾ ഇതിലേക്ക് ചെയ്യേണ്ടതായിട്ടും വരും. ഇവിടെയാണ് പെട്രോൾ സ്കൂട്ടറിൻ്റെ അഡ്വാൻറ്റേജ് വരുന്നത്. അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്കൂട്ടർ ആണെങ്കിൽ ഒരു 10-15 വർഷം വരെ സിമ്പിളായിട്ടൊരു വണ്ടി നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. മാത്രമല്ല പെട്രോൾ സ്കൂട്ടർ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത്യാവശ്യം യൂസ്ഡ് ആണെങ്കിൽ കൂടിയും ഫെമിലിയർ ആയിട്ടുള്ള ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ടുള്ള സർവീസിങ്ങും റിപ്പയറിങ്ങും ഒക്കെ പറ്റും. പക്ഷേ ഇലക്ട്രിക് സ്കൂട്ടറിന് അത് പറ്റണമെന്നില്ല. ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുന്ന ആളെ സംബന്ധിച്ച് ബാറ്ററിയുടെ ഹെൽത്തും വാറണ്ടിയൊക്കെ വെച്ചിട്ടാണ് സ്കൂട്ടറിന് പ്രൈസ് വരുന്നത്. പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഏകദേശം 3000 രൂപ എക്സ്ട്രാ കൊടുത്താലാണ് സ്കൂട്ടറിന് റിവേഴ്സ് മോഡും അതുപോലെ തന്നെ സ്പോർട്സ് മോഡും കിട്ടുന്നുള്ളൂ. ഇലക്ട്രിക് സ്കൂട്ടർ ആണെങ്കിലും റേഞ്ച് കൂടുതലുള്ള സ്കൂട്ടറും കുറവുള്ള സ്കൂട്ടറും വരുന്നുണ്ട്. ഇതിൽ നമ്മുടെ പർപ്പസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. നമ്മളൊരു ഓഫീസ് വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് കൂടുതൽ റേഞ്ചുള്ളൊരു സ്കൂട്ടർ എടുക്കണമെന്നില്ല. പക്ഷേ സെയിൽസും ഡെലിവറി ജോബൊക്കെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നല്ല റേഞ്ചുള്ള സ്കൂട്ടർ എടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉപയോഗം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് സ്കൂട്ടറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളൊരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാൻ നേരത്ത് നമ്മുടെ യൂസേജിന് പറ്റിയ ഒരു റേഞ്ച് ആ ഒരു സ്കൂട്ടർ നൽകുന്നുണ്ടോ എന്ന് മാത്രം നോക്കേണ്ടതിൻ്റെ ആവശ്യകതയുള്ളൂ. ബേസിക് ഫീച്ചേഴ്സിനപ്പുറം വേറെ കൂടുതൽ ഫീച്ചേഴ്സുകൾ ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രിക് സ്കൂട്ടറുകളിലേക്ക് ക്യാഷ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പെട്രോൾ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഭൂരിഭാഗം പേരും ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുന്നത്. ഇത് വെച്ച് നോക്കുമ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് കൂടുതൽ മുടക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ലല്ലോ. മാത്രമല്ല ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ റീസെയിൽ വാല്യൂവിനെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞതുമാണ്. ബജാജ് ചേതക് അർബൻ്റെ കുറച്ച് നെഗറ്റീവ്സ് എടുത്ത് പറയുകയാണെങ്കിൽ സ്കൂട്ടറിൽ ഡ്രം ബ്രേക്സ് ആണ് വരുന്നത്, ഡിസ്ക് ബ്രേക്സ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്രേക്കിംഗ് എക്സ്പീരിയൻസ് കുറവായിരിക്കും. 60 km/h ആണ് സ്കൂട്ടറിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹൈവേസിൽ കയറുമ്പോൾ നമ്മൾ കുറച്ച് സ്ലോ ആയിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഓവർടേക്കിംഗ് ഒന്നും എടുക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് കുറച്ച് മോഡറേറ്റ് സൈസാണ്. ഒരു വലിയ ഫുൾ ഫേസ് ഹെൽമെറ്റ് ഒന്നും ഇതിൽ കയറത്തില്ല. അതുപോലെ ബാറ്ററി റിമൂവബിൾ അല്ല, ഫിക്സഡ് ആണ്. ഇലക്ട്രിക് ബജാജ് ചേതക്ക് ആരൊക്കെയാണ് എടുക്കേണ്ടത്? ഇതിൽ ഞാൻ എടുത്തു പറയുന്നൊരു വിഭാഗം എന്ന് വെച്ചാൽ സ്റ്റുഡൻസാണ്. സ്റ്റുഡൻസിന് സ്റ്റൈലിഷ് ആയിട്ട് കാണാനും പെട്രോൾ ചെലവില്ലാതെ ഡെയിലി കമ്മ്യൂട്ട് ചെയ്യാനും ചേതക്ക് എന്നതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. സെയിം ഉപയോഗം തന്നെയാണ് ഡെയിലി ഓഫീസിലേക്ക് പോകുന്നവർക്കും വരുന്നത്. അതുപോലെ തന്നെ വീട്ടുപയോഗത്തിനായിട്ട് സ്കൂട്ടർ നോക്കുന്നവർക്കും ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ബജാജിൻ്റെ ചേതക്ക്. അതായത് മാർക്കറ്റിൽ പോകാനും പിള്ളേരെ സ്കൂളിൽ വിടാനായിട്ടും ചെറിയ ചെറിയ ഫാമിലി ഫങ്ഷൻസൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കൊണ്ടെടുക്കാൻ പറ്റിയ സ്കൂട്ടറാണിത്. നമ്മുടെ വീട്ടിൽ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം സ്കൂട്ടർ ഓടിക്കാൻ അറിയാവുന്ന അമ്മമാർക്കൊക്കെ ഈ ഒരു സ്കൂട്ടറിനെ എളുപ്പം ഹാൻഡിൽ ചെയ്യാൻ കഴിയും. ലൈറ്റ് വെയിറ്റ് ആണ്, സീറ്റ് വെയിറ്റ് വളരെ കുറവാണ്. അത്യാവശ്യം പോക്കറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ മിഡിൽ ക്ലാസ് ഫാമിലിക്കും ഡെയിലി കമ്മ്യൂട്ട് ചെയ്യുന്നവർക്കും പെട്രോൾ ചെലവ് സേവ് ചെയ്യുന്നതിന് പറ്റിയ ഒരു ഗുഡ് വാല്യൂ ഫോർ മണി മെഷീൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ചേതക് സ്കൂട്ടറുകളെ വിശേഷിപ്പിക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ചോദിച്ച
ചോദ്യത്തിനുള്ള എൻ്റെ ഒരു ഉത്തരമാണ്. പഴയ ബജാജ് ചേതക് എന്നത് ഒരു സ്കൂട്ടർ മാത്രമല്ലായിരുന്നു എന്ന് നമ്മൾ പറയും. അവനൊരു റിലയബിലിറ്റിയുടെ സിമ്പിൾ കൂടിയായിരുന്നു. ജനറേഷനുകളോളം ഓടുന്നൊരു മെഷീൻ, അതായിരുന്നു പഴയ ചേതക്. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇന്നത്തെ ബജാജ് ചേതക് EVക്ക് എൻജിനില്ല, പെട്രോളില്ല, ഇലക്ട്രിക് മോട്ടറാണ്. പക്ഷേ ബജാജോടെ കോൺസെൻട്രേറ്റ് ചെയ്തത് പെർഫോമൻസിലല്ല, ബിൽഡ് ക്വാളിറ്റിയിലാണ്. മെറ്റൽ ബോഡിയാണ് ഇലക്ട്രിക് ചേതക്കിലും കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇത് പഴയ ഒരു ചേതക്കിൻ്റെ DNA റിമെയിൻ ചെയ്യിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ ഹോണസ്റ്റ്ലി പറഞ്ഞാൽ പഴയ ചേതക്ക് പോലെ 30-40 വർഷം അടുത്ത് ഈ ഒരു ഇലക്ട്രിക് ചേതക്ക് ഓടുമെന്ന് ആർക്കും ഉറപ്പ് പറയാൻ പറ്റില്ല. ബാറ്ററി ടെക്നോളജി മാറും, ഇലക്ട്രിക് ഫ്യൂച്ചർ ഫാസ്റ്റായി എവോൾവ് ചെയ്യും. ഇതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു 2 സ്കൂട്ടറുകളോട് തോന്നിയിട്ട് ഇമോഷൻ ലെവൽ എന്നത് സെയിം അല്ല. അപ്പോൾ നമ്മുടെ ബജാജ് ചേതക് EVയുടെ വിശേഷങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരായിരിക്കും. ദിസ് ഈസ് വിശാൽ വിജയൻ സൈനിങ് ഓഫ് ഫോർ മോട്ടോ ന്യൂസ് മലയാളം. താങ്ക് യു.